അമ്മേ അമ്മേ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാവേ. മാളുവിന്റെ വീട്ടിലും പോണം, പിന്നെ പള്ളിയിലൊന്ന് പോണം. വേഗം വരണം, ഞാനൊന്ന് പുറത്തു പോകും. അമ്മേ. ഹലോ. ഹലോ. അവള് പുറത്തേക്ക് പോയി. ഞാൻ 11 മണിയാകുമ്പോൾ വരാം, നീ റെഡിയായി നിൽക്ക്. എനിക്ക് കുറച്ച് പണി തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ഹലോ. ഹലോ. ഞാനിവിടെ എത്തിയിട്ടുണ്ടാ. അതെ, തന്നെ വന്നെ. പോവാം. എന്തോടെ പാട്ട് ഇഷ്ടമായില്ലേ? ഒന്നുമില്ല. തലവേദന എന്താ? ഇത് എങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത്? എന്ത് കാറോ? അല്ല, ലൈഫ്. ലൈഫ് അങ്ങനെ പോണു. അല്ല, നമ്മുടെ ഈ ബന്ധം എങ്ങനെ, എവിടെ ചെന്ന് അവസാനിക്കും? നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണ? നീ പറഞ്ഞ ഉദ്ദേശം എന്താ? എന്തു തോന്നുന്നു? അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സന്തോഷം കളയല്ലേ. ഹലോ. നോക്കെന്തു പറ്റി? എന്തു പറ്റി? എവിടെ വെച്ച്? മോള് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു. നമ്മുടെ വീടിന്റെ മുന്നിൽ റോഡ് ക്രോസ് ചെയ്തതാ, കാർ ഒന്ന് തട്ടി. ഡോക്ടറെ നോക്കിക്കൊണ്ടിരിക്കാൻ. ഞാൻ ജോർജിന കുറച്ച് ദിവസം ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. ചിലപ്പോൾ ദുബായിലായതുകൊണ്ട് വല്ല ജോലിക്ക് പോകാൻ വേണ്ടിയായ ഒക്കെ ചെയ്യുന്ന ഇതുകൊണ്ട് കിട്ടുന്നില്ല. അലീനയുടെ ആരെങ്കിലും ഉണ്ടോ? അലീനനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ വളരെ സീരിയസ് ആയിരുന്നു. ഞങ്ങളാലാവുന്ന വിധം ഞങ്ങൾ ട്രൈ ചെയ്തു. അലീന നമ്മെ വിട്ടുപോയി. എന്ത് കിടപ്പായി കിടക്കുന്നത്? എഴുന്നേക്ക് വാ. ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി ഇപ്പോ? വാ വാ, എഴുന്നേക്ക് വാ, എഴുന്നേക്ക് എഴുന്നേക്ക്. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ ഒരു പണിയുണ്ട്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. വരാം. ഞാൻ ഇന്നലെ പെട്ടെന്ന് അമ്മയുടെ ഫോൺ എടുത്തപ്പോൾ അമ്മയും ആങ്കിളുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റ് കണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് അമ്മേ. പക്ഷെ ഇത് തെറ്റല്ലേ? ഡാഡി നമുക്ക് വേണ്ടിയില്ലേ ദുബായ് ജോലിക്ക് പോയത്? ഇപ്പോൾ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ നമ്മുടെ ഫാമിലി ഫോട്ടോ ഇവിടെയുണ്ട്. ഞാൻ നാളെ പള്ളിയിൽ പോകുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ.
അമ്മേ റിലേഷൻഷിപ്പിൽ നിന്ന് മാറണം കേട്ടോ. നീ ഇങ്ങനെ പിന്നെ ഇരിക്കണോ? വാ വാ വാ, എഴുന്നേറ്റ്. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. സാരമില്ല, ഇനിയിപ്പോ എന്ത് പറയാനാണ്. നീ കരയല്ലേ, കഴിക്കേ. എന്നാലും നിനക്ക് അവളെ ഒറ്റയ്ക്ക് വിടേണ്ടിയിരുന്നില്ല. ഞാൻ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്തായാലും സംഭവിച്ചു. കഴിക്കേ, നീ കരയല്ലേ, കഴിക്കേ. എന്താ നീ വീണ്ടും വന്ന് കിടന്നോ? ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നുണ്ട്. എന്നാ ഞാൻ പോയി പാത്രമൊക്കെ കഴിയുക. ഞാൻ നാളെ പള്ളിയിൽ പോകുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അമ്മേ റിലേഷൻഷിപ്പിൽ നിന്ന് മാറണം കേട്ടോ.